നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യ ഉൾപ്പെടെ 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സന്ദർശന വിസകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി. നിർത്തലാക്കിയത് മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ. സിംഗിൾ എൻട്രി വിസകൾക്ക് നിയന്ത്രണമില്ല. അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതിൽ അമേരിക്കയെ ആശങ്കയറിയിക്കുമെന്ന് ഇന്ത്യ. ബദൽ മാർഗങ്ങൾ ചർച്ച ചെയ്യും. സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരിക്കുമെന്നും സൂചന. സൗദി അറേബ്യ അമേരിക്കയിൽ $600 ബില്യൺ നിക്ഷേപിക്കുമെന്നും ട്രംപ്. മോദി ട്രംപ് കൂടിക്കാഴ്ച അടുത്തയാഴ്ച. സ്കൂട്ടറുകൾ ഓടിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 17 വയസ്സാക്കി സൗദി അറേബ്യ. തീരുമാനം സൗദി മുനിസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റേത്. സ്കൂട്ടറുകളും സൈക്കിളുകളും വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും പരിഷ്കരിച്ചു. പലിശഭാരം വെട്ടിക്കുറച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. റിപ്പോ നിരക്ക് 0.25% കുറച്ചു. വായ്പകളുടെ പലിശ നിരക്ക് കുറയും. റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷം. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല, ശമ്പള പരിഷ്കരണമില്ല, ഭൂനികുതി സ്ലാബുകൾ കുത്തനെ കൂട്ടി. കോടതി ഫീസിലും ഇലക്ട്രോണിക് കാറുകളുടെ നികുതിയിലും വർധനവ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ ആദ്യഘട്ടത്തിന് സംസ്ഥാന ബജറ്റിൽ 750 കോടി. വിശദമായി നോക്കാം. സൗദിയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ജോർദാൻ, സുഡാൻ തുടങ്ങിയ 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സന്ദർശന വിസകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകളാണ് നിർത്തലാക്കിയത്. എന്നാൽ സിംഗിൾ എൻട്രി വിസകൾക്ക് നിയന്ത്രണമില്ല. അതേസമയം നേരത്തെ മൾട്ടിപ്പിൾ വിസ എടുത്തവർക്ക് കേരളത്തിലെ VFSകളിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മാസത്തേക്ക് സൗദിയിൽ താമസിക്കാവുന്ന 1 വർഷം കാലാവധിയുള്ള ഫാമിലി വിസിറ്റ്, ബിസിനസ് വിസിറ്റ് എന്നിവയാണ് ഇപ്പോൾ നിർത്തലാക്കിയത്. എന്നാൽ 30 ദിവസം താമസിക്കാവുന്ന 3 മാസം കാലാവധിയുള്ള സിംഗിൾ എൻട്രി വിസകൾക്ക് തടസ്സമില്ല. സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരിക്കുമെന്നും സൂചനയുണ്ട്. സൗദി അറേബ്യ അമേരിക്കയിൽ $600 ബില്യൺ നിക്ഷേപിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് സൂചിപ്പിച്ചു. വാഷിംഗ്ടണിലെ സൗദി നിക്ഷേപത്തിന്റെ മൂല്യം $1 ട്രില്യൺ ഇരട്ടിയാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സൗദി കിരീടാവകാശിയായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ സ്കൂട്ടറുകൾ ഓടിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 17 വയസ്സായി. സൗദി മുനിസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. സ്കൂട്ടറുകളും സൈക്കിളുകളും വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പരിഷ്കരിച്ച കൂട്ടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരുടെ പ്രായം 17 വയസ്സായി മന്ത്രാലയം നിർണയിച്ചത്. സാറ്റലൈറ്റ് മാപ്പുകൾ വഴി പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്കൂട്ടറുകളുടെ സഞ്ചാരം പ്രത്യേകം നിശ്ചയിച്ച ട്രാക്കുകളിലൂടെയും കവലകളിലൂടെയും പരിമിതപ്പെടുത്തണമെന്നും വ്യവസ്ഥയുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന അപ്പാർട്ട്മെന്റുകളുടെ എണ്ണത്തിൽ 26.4% കുറവുണ്ടതായി റിപ്പോർട്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അധികൃതരാണ് ഇത് സംബന്ധിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് സന്ദർശക വിസ പുനരാരംഭിച്ചതിന്റെ പ്രതിഫലനമാണ് ഇതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് ആകെ 3,56,648 അപ്പാർട്ട്മെന്റുകളാണുള്ളത്. ഇവയിൽ 65,000 അപ്പാർട്ട്മെന്റുകൾ മാത്രമാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, എണ്ണവില കുറയ്ക്കാൻ ഒപെക്സ് പ്ലസിന് മേലുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ബജറ്റിൽ
ഉണ്ടായേക്കാവുന്ന ആഘാതത്തെക്കുറിച്ചും വിലയിരുത്തലുമായി എണ്ണ സാമ്പത്തിക വിദഗ്ധർ. ഈ വിഷയത്തിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളോട് പ്രതികരിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ മേഖലയിലെ രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞു. എണ്ണവിലയെ വൻതോതിൽ ആശ്രയിക്കുന്ന കുവൈറ്റിന്റെ ബജറ്റിൽ ട്രംപിന്റെ പ്രസ്താവനകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങൾ കൂടി അവർ എടുത്തുകാട്ടി. ട്രംപിന്റെ പ്രസ്താവനകൾ അമേരിക്കൻ പൊതുജനങ്ങളുമായും ഒപെക്സ് പ്ലസിലെ അംഗരാജ്യങ്ങളുമായും പ്രതിധ്വനിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്നു. അത്തരം നടപടികൾ US സമ്പദ് വ്യവസ്ഥയാണ് ദോഷകരമായി ബാധിക്കുക. അമേരിക്ക പ്രതിദിനം 13 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും 132 എണ്ണ ശുദ്ധീകരണശാലകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ സൂചിപ്പിച്ചു. ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ചു കൊണ്ടുവന്നതിൽ അമേരിക്കയെ ആശങ്കയറിയിക്കുമെന്ന് ഇന്ത്യ. ബദൽ മാർഗങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്യും. മോദി ട്രംപ് കൂടിക്കാഴ്ച അടുത്തയാഴ്ച. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ അമേരിക്കയെ ആശങ്ക അറിയിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യക്കാരുടെ മോശം പെരുമാറ്റത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് അറിയിക്കുക. മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നാടുകടത്തൽ നടപ്പാക്കേണ്ടതെന്നും തിരിച്ചയക്കുന്നവരോട് മോശം പെരുമാറ്റം പാടില്ലെന്ന് അമേരിക്കയെ അറിയിക്കും. ഇപ്പോൾ നടപ്പാക്കുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമായ ഓപ്പറേഷൻ എന്നാണ് അമേരിക്ക അറിയിച്ചത്. അതുകൊണ്ടാണ് സൈനിക വിമാനം ഉപയോഗിച്ചത്. സൈനിക വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് നിലവിലെ ചട്ടപ്രകാരമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. Continue to emphasize to US authorities that there should be no mistreatment of deportees, but this is a continuing exercise and conversation, and we will continue to take up any instances of mistreatment that come to our attention. ബദൽ മാർഗങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്യും. എത്ര ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നതിൽ കൃത്യമായ വിവരമില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. എന്നാൽ അമേരിക്ക 487 പേരെ കൂടി തിരിച്ചയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 298 പേരുടെ വിവരം ഇന്ത്യക്ക് കൈമാറി. അതേസമയം സൈനിക വിമാനത്തിൽ നാടുകടത്തിയ സാഹചര്യത്തിൽ പ്രതിഷേധം കണക്കവേ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുന്ന വിമാനം ഇന്ത്യയിലിറക്കാൻ അനുമതി നൽകിയില്ലെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. മോദി ട്രംപ് കൂടിക്കാഴ്ച കഴിയുന്നവരെ ഇനിയൊരു തിരിച്ചയക്കൽ നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ ആവില്ലെന്നും അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായിട്ടല്ലെന്നുമായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം. മന്ത്രി ജയശങ്കർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയത് 2042 പേരെ. അമൃത ന്യൂസ്, ഡൽഹി. ക്ഷേമാശ്വാസമല്ലാത്ത പദ്ധതികളില്ലാതെ നികുതി വരുമാനം ലക്ഷ്യമിട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടിയില്ല, ഭൂനികുതി കുത്തനെ കൂട്ടി. ഇലക്ട്രിക് കാറുകളുടെ നികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ചു. പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം കേരളം അതിജീവിച്ചെന്ന് ധനമന്ത്രി. ബജറ്റ് പ്രസംഗത്തിനിടെ ഉടനീളം കേന്ദ്രത്തിന് വിമർശനം. സമാനതകളില്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കേരളം കടന്നുപോകുമ്പോഴാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം അതിജീവിച്ചുവെന്ന് ബജറ്റ് അവതരണത്തിന് തൊട്ടുമുമ്പ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിട്ടപ്പോൾ ജനക്ഷേമ പദ്ധതികൾ വാരിക്കോരിയുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായി. കേരളം ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിലും ധനമന്ത്രി സന്തോഷം പങ്കുവച്ചു. എന്നാൽ വൻകിട പ്രഖ്യാപനങ്ങളോ സാമൂഹ്യക്ഷേമ പദ്ധതികളോ ഒന്നും കാര്യമായി ഉൾപ്പെടുത്താത്ത ബജറ്റായിരുന്നു 2.5 മണിക്കൂർ കൊണ്ട് ധനമന്ത്രി വായിച്ചവസാനിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. വയനാട് പുനരധിവാസവും വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായവും കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും സംസ്ഥാന ബജറ്റിൽ തുക മാറ്റിയിട്ടുണ്ട്. പ്രതിസന്ധി അതിജീവിക്കാൻ തനത് നികുതി വരുമാനം കൂട്ടാൻ മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഭൂനികുതി 50% കുത്തനെ കൂട്ടി. ഇലക്ട്രിക് കാറുകളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 8%, 20 ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് 10% വർധന. വിവിധതരം കോടതി ഫീസിലും വർധനയുണ്ട്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴെ പറയുന്നവരും പുനർനിശ്ചയിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസം, മത്സ്യമേഖല,
വനം, വന്യജീവി, പൊതുമേഖല, വ്യവസായം, ടൂറിസം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകളിലും നിശ്ചിത തുക മാറ്റിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഓരോ ഘട്ടത്തിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. വയനാട്, വിഴിഞ്ഞം തുടങ്ങിയ എല്ലാ മേഖലകളിലും കേന്ദ്ര അവഗണന ധനമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായത് 1202 കോടിയുടെ നഷ്ടമാണെന്ന് നിയമസഭയിൽ KN ബാലഗോപാൽ. പുനരധിവാസത്തിനായി ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തി. വന്യമൃഗപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിയമനിർമ്മാണം നടത്തുമെന്നും ബജറ്റിനിടെ ധനമന്ത്രി പ്രഖ്യാപിച്ചു. നാടിനെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഓർമ്മിപ്പിച്ച ധനമന്ത്രി വയനാടിന്റെ പുനരധിവാസത്തിന് 2221 കോടി രൂപ ആവശ്യമാണെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതിനായി കേന്ദ്രം ഒന്നും തന്നിട്ടില്ലെന്നും ബജറ്റിൽ കുറ്റപ്പെടുത്തി. പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കും. അതിനായി 750 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്ത് അടിക്കടി വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷം തടയാൻ ലക്ഷ്യമിട്ടും ബജറ്റിൽ പണം അനുവദിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരവും പ്രതിരോധവുമായി വനം, വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കും പദ്ധതി വികസനത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജുണ്ട്. ഇതിനു പുറമെ പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്കു പുറമെ 50 കോടി രൂപ കൂടി അധികമായും വനം വകുപ്പിനായി ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തി. വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വികസനത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റു ടീമുകളെ ഏകോപിപ്പിക്കുന്നതിനുമായി നൽകുന്ന തുകയുടെ വിഹിതവും ബജറ്റിലൂടെ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാനായുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്ത് നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ബജറ്റിൽ ധനമന്ത്രി വിശദീകരിക്കാനും മറന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്കായി 1431.73 കോടി രൂപയാണ് വകയിരുത്തിയത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 700 കോടി രൂപ അനുവദിച്ചു. എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കാൻ 21 കോടി, താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് അടക്കം ശ്രദ്ധേയമായ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് കേരളമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത്. ആരോഗ്യ മേഖലയിലാകെ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് വെറും പൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബജറ്റിൽ എല്ലാം ആവർത്തനമായിരുന്നു. ബജറ്റിൽ വിശ്വാസ്യതയില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഈ സർക്കാരിന്റെ ഫെയർവെൽ ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. അവസാനത്തെ ബജറ്റാണ്. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ യാതൊരു ഹോംവർക്കും ചെയ്യാതെ അവതരിപ്പിച്ച ബജറ്റാണെന്നും പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രസംഗം പോലെയായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് അവതരണമെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. കേരളത്തിൻ്റെ മൂർത്തമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് KN ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാനം RBIയുടെ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.25% കുറച്ചു. ഇതോടെ പലിശ ഭാരം കുറയുമെന്ന ആശ്വാസത്തിലാണ് പൊതുജനം.
റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ 6-അംഗ പണനയ നിർണയ സമിതി ഐകകണ്ഠേനയാണ് 0.5% കുറച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 6.5-ൽ നിന്ന് 6.25%. 2020 മെയ്ക്കു ശേഷം ആദ്യമായാണ് റിപ്പോ നിരക്ക് RBI കുറയ്ക്കുന്നത്. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ, മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ ആനുപാതികമായി കുറയും. വായ്പകളുടെ പ്രതിമാസ EMI കുറയുന്നതോടെ വായ്പാ ഇടപാടുകാർക്ക് ഓരോ മാസവും കൂടുതൽ തുക മിച്ചം പിടിക്കാം. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഭാരം കുറച്ചതിന് പിന്നാലെയാണ് വായ്പയുടെ പലിശ ഭാരവും കുറയുന്നത്. സഞ്ജയ് മൽഹോത്ര RBI ചെയർമാനായ ശേഷമുള്ള ആദ്യത്തെ പണ അവലോകന യോഗമാണ് ചേർന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അമ്മ അനന്തപുരിയിൽ. തിരുവനന്തപുരത്തിന് അനുഗ്രഹ പുണ്യം ചൊരിഞ്ഞ് അമ്മയെത്തി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എത്തിയത്. തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവത്തിനായി എത്തിയ അമ്മയെ പൂർണ്ണ കുംഭം നൽകിയാണ് വരവേറ്റത്. പൗരപ്രമുഖരും അമ്മയുടെ ഭക്തരും ചേർന്നാണ് അമ്മയെ വരവേറ്റത്. ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ചാണ് അമ്മ തിരുവനന്തപുരത്ത് എത്തിയത്. ഇനി 2 നാൾ തിരുവനന്തപുരത്തെ അമ്മയുടെ ഭക്തർക്ക് അനുഗ്രഹ വർഷത്തിൻ്റെതാണ്. 2 ദിവസവും അമ്മയുടെ ധ്യാനവും പ്രഭാഷണവും ഭജനയും ദർശനവും ഉണ്ടാകും. രാവിലെ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിലെത്തുന്ന അമ്മയെ പൗരപ്രമുഖർ ഹാരമണിയിച്ച് സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് മഹോത്സവം നടക്കുന്നത്. ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തുന്നത്. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ 2 ദിവസവും അമ്മയുടെ ധ്യാന പരിശീലനവും സത്സംഗവും ഭജനയും ഉണ്ടാകും. മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനവും നൽകും. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടക്കും. ഉദയാസ്തമന പൂജ, ശനി രാഹുദോഷ പൂജ എന്നിവയും ഉണ്ടാകും. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് കൈമനത്ത് ഒരുക്കിയിട്ടുള്ളത്. മഹോത്സവത്തിനായി എത്തുന്ന ഭക്തർക്കായി യാത്രാ സൗകര്യവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ അമ്മയുടെ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും കേട്ട് ദർശന പുണ്യവുമായി മടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കാരുണ്യസ്പർശം ലോകത്തിനാകെ മാതൃകയാണെന്ന് ISRO മുൻ ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ. സാമൂഹിക രംഗത്തേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അമ്മയിലൂടെ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം എന്ന പ്രസ്ഥാനം വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈദ്യസഹായത്തിലായാലും എഡ്യൂക്കേഷൻ മേഖലയിലായാലും പാവങ്ങളുടെ ഉന്നമതിക്കുള്ള പരിപാടികൾക്കായാലും എല്ലാത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതോടുകൂടി തന്നെ അവരുടെ ആത്മീയ ബോധവും ദൈവവിശ്വാസവും വളർത്താനുമുള്ള ഒരു അവസരം കൂടിയാണ്. ഈ അവസരം തിരുവനന്തപുരം നിവാസികൾ എല്ലാം വളരെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാ അമൃതാനന്ദമയ്ക്ക് എൻ്റെ പ്രണാമവും അതോടൊപ്പം ഈ നഗരത്തിലേക്ക് സ്വാഗതവും അരുളുന്നു. അമ്മയുടെ ആശ്വാസവാക്കുകൾക്കായി മക്കൾ കാത്തിരിക്കുകയാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ജീവിത ദുഃഖങ്ങൾക്ക് അമ്മയുടെ മാർഗനിർദ്ദേശങ്ങളിലൂടെ പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ സന്ദർശനം എപ്പോഴും തിരുവനന്തപുരം നഗരിയിലുള്ള ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസവും ആനന്ദവും പകരുന്ന സൗഭാഗ്യ സന്ദായകമായ നിമിഷങ്ങളാണ്. ആനന്ദോത്സവമാണ് വാസ്തവത്തിൽ ഈ 2 ദിവസങ്ങൾ. അമ്മയെ കാണാനും തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മുന്നിൽ നിരത്തി വെച്ചുകൊണ്ട്
അമ്മയുടെ ആശ്വാസ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയാനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആത്മാനന്ദാനുഭൂതിയിലേക്ക് കടന്ന് കയറി ഉയരാൻ സാധിക്കുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇതിനെ കാണുന്നത്. ഈ സന്ദർഭത്തിൽ ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആമദോത്സവം വളരെ ആശ്വാസപ്രദമായ അനുഭവദായകമായ ഒന്നായി തീരാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗത ആശംസകൾ. ലോകത്തിന് അമൃതമാകുന്ന സ്നേഹമാണ് അമ്മയെന്ന് കവി മധുസൂദനൻ നായർ. അമ്മയുടെ കാരുണ്യം മക്കൾക്ക് എന്നും കരുത്താണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഒരുമിപ്പിക്കുന്ന, ലോകത്തിന് ശാന്തി കൊടുക്കുന്ന എല്ലാം അമൃതമാണ്. ആ അമൃതമാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ പാഠങ്ങൾ ഇന്ന് സമൂഹത്തിന് കൊടുക്കാൻ ആരെങ്കിലും വേണം. സ്നേഹത്തിൻ്റെ അമൃതം മാത്രമായി ലോകത്തിന് ശാന്തി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് മാതാ അമൃതാനന്ദമയി എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നു. ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരെ പോലും വാത്സല്യത്തോടെ സ്നേഹത്തോടെ അണച്ചു പിടിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നത് എന്ന്, ആ വിധത്തിൽ കഴിയുന്നവർ ദേവതുല്യരാണ് എന്ന് വേണം പറയുക. അങ്ങനെ ലോകത്തെല്ലാവരുടെയും സ്നേഹം, എല്ലാവർക്കുമായി സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന, എല്ലാവരുടെയും ആ വിധത്തിലുള്ള ആദരം ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മാതാ അമൃതാനന്ദമയി നിശ്ചയമായും നമുക്ക് ഒരു പാഠമാണ്, നമുക്കൊരു അമ്മയാണ്. അമ്മയ്ക്ക് സ്നേഹിക്കാൻ കഴിയൂ ദൈവം കഴിഞ്ഞാൽ. അമ്മയെപ്പോലെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്ന ആരും ഇല്ല. സ്നേഹം കൊണ്ട് എല്ലാവരെയും അണച്ചു പിടിക്കുന്ന ഈ മാതാവിൻ്റെ സ്നേഹവും ആ സ്നേഹരശ്മിയും എല്ലാവരെയും തഴുകട്ടെ എന്നും ലോകത്തു മുഴുവൻ എല്ലാവർക്കും ആത്മശാന്തി ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വരവ് തിരുവനന്തപുരത്തിന് വലിയ അനുഗ്രഹമാണെന്നും എല്ലാവരും അമ്മയെ കാത്തിരിക്കുകയാണെന്നും നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ പറഞ്ഞു. ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ തലസ്ഥാന നഗരിയിലെത്തുന്നത്. അനന്തപുരിയിലേക്ക് അമ്മയ്ക്ക് നമ്മൾ സ്വാഗതം അരുളാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് എല്ലാ പ്രാവശ്യവും അമ്മ വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അമ്മയെ പോയി കാണാറുണ്ട്, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലും കുറച്ച് നാൾ മുമ്പ് ഞാൻ അമ്മയെ വള്ളിക്കാവിൽ പോയി കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. വളരെ കുറേ നേരം അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റി. അത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അമ്മ വരുന്നത് തിരുവനന്തപുരത്തുകാർക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. എല്ലാ ഭക്തരും അമ്മയെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടിയും ഭക്തി പുരസ്സരം കാത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് ഞങ്ങളുടെ അനന്തപുരിയുടെ സ്വാഗതം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാൻ പണം വാങ്ങി നടത്തിയ തട്ടിപ്പിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണനെതിരെ ഒരാരോപണവും ഉയർന്നു വന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ BJPക്ക് അതുമായി ബന്ധമില്ലെന്നും ഏത് അന്വേഷണവും നേരിടാൻ അദ്ദേഹവും ട്രസ്റ്റും തയ്യാറാണെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി. ചെങ്ങന്നൂർ ഭാസ്കരക്കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത. ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ ഉദ്യോഗസ്ഥർ VIP പരിഗണന നൽകി, പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു നൽകിയെന്നും സുനിത. ബെഡും തലയിണയും മുഖം നോക്കാൻ കണ്ണാടിയും മേക്കപ്പ് സെറ്റും അടക്കമുള്ള സൗകര്യങ്ങൾ ജയിലിൽ നൽകി. ഷെറിന് സൗകര്യം ഒരുക്കിയതിന് പിന്നിൽ അന്നത്തെ ജയിൽ DIG പ്രദീപെന്നും സുനിതയുടെ വെളിപ്പെടുത്തൽ. പ്രദീപുമായി ഷെറിനുണ്ടായിരുന്നത് വഴിവിട്ട ബന്ധമെന്നും വെളിപ്പെടുത്തൽ. രാത്രികാലങ്ങളിൽ പ്രദീപ് സെല്ലിൽ നിന്ന് ഷെറിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോകുമായിരുന്നു. സെൻകുമാർ DGP ആയിരുന്ന സമയത്ത് പരാതി നൽകിയെങ്കിലും തനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സുനിത പറഞ്ഞു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് നിയമപ്രകാരം മുന്നോട്ടു പോകാൻ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം തടയണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പോലീസിന്റെ അന്വേഷണ അധികാരങ്ങൾ തടയുന്നതിനുള്ള നിർദ്ദേശം നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. മൊഴി നൽകിയവർക്കും പരാതിയുള്ളവർക്കും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. മഹാകുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ പന്തലിൽ തീപിടുത്തം. സെക്ടർ 18-ലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് SP സർവേഷ് കുമാർ മിശ്ര പറഞ്ഞു.
ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിന് സ്വർണം. ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് 53-ാം മിനിറ്റിൽ എസ് ഗോകുലാണ് വിജയ ഗോൾ നേടിയത്. 27 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് കേരളത്തിന്റെ സ്വർണ്ണ നേട്ടം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.